As a fashion and portrait photographer, I had worked with many big names like Ashwati Ashok, Shignaz Perveen, അനീഷ ഉമർ. ബട്ട് ഐ ഹാവ് ടു സേ, എനിക്ക് പറയേണ്ടി വരും, ഇത്തരം പ്രൊഫഷണൽ മോഡൽസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല ഒരു ആസ്പയറിംഗ് മോഡലിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൂ ഈസ് ആൻ ആസ്പയറിംഗ് മോഡൽ? മോഡൽ ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ മോഡലിംഗ് ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുന്ന ന്യൂ കമർ മോഡൽസിനെയാണ് ആസ്പയറിംഗ് മോഡൽസ് എന്ന ഒരു പദം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. കൊറോണ എന്ന് പറഞ്ഞ പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എല്ലാ ഇൻഡസ്ട്രികളെയും പിടിച്ച് കുലുക്കിയ പോലെ തന്നെ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിലും കാര്യമായ ഒരു ചേഞ്ച് കൊറോണ വരുത്തിയിരുന്നു. കൊറോണയ്ക്ക് നമ്മളെല്ലാവരും വീടിനുള്ളിൽ ബന്ധിക്കപ്പെട്ടു. അതായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും കൂടുതൽ ശക്തി പ്രാപിച്ചു. സോ ഫാഷൻ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി അല്ലെങ്കിൽ മോഡലിംഗ് ഇൻഡസ്ട്രി വിത്തിൻ ആൻ ഇയർ മറ്റൊരു തരത്തിലായി. കേരളത്തിലെ ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മിക്കവാറും കയ്യിൽ എണ്ണാമായിരുന്നു. ബട്ട് ഇപ്പോൾ ഇവിടെ നിറച്ച് ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. മോഡൽസിനെ നോക്കിയാലോ, കാണാൻ ഭംഗിയും ലേശം കോൺഫിഡൻസുമുള്ള എല്ലാവരും ഇവിടെ മോഡൽസ് ആണ്. ബട്ട് ആസ് ഫോട്ടോഗ്രാഫേഴ്സ് നമ്മൾക്ക് ചിന്തിച്ചാൽ ദർ ആർ മെനി ഓപ്പർച്യൂണിറ്റീസ് നൗ. ബിക്കോസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഡലാവാനുള്ള ആഗ്രഹം കൊണ്ട് മോഡലിംഗ് ഇൻഡസ്ട്രിയിലോട്ട് കാൽ വയ്ക്കാൻ ഒരുങ്ങുന്ന ഒത്തിരി പേരെ കൊറോണക്ക് മുമ്പുള്ളതിനെ വെച്ച് നോക്കിയാൽ ഒത്തിരി പേരെ നമ്മൾക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. ദേ നീഡ് ഫോട്ടോഷൂട്ട്സ്, ദേ നീഡ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ന്യൂ കമർ മോഡൽസിനെ ഡീല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ബിഗിനർ ആസ്പയറിംഗ് മോഡൽസിന്റെ പോർട്ട്ഫോളിയോ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് വളരെ ഒത്തന്റിക്കായ, വളരെ റിലയബിൾ ആയിട്ടുള്ള അഭിപ്രായം തരാൻ പറ്റും. കൂടാതെ ഇന്നത്തെ ഒരു വീഡിയോ കടന്നു പോകുന്നത് ഒരു റിയൽ ബിഹൈൻഡ് ദ സീൻസിലൂടെ ആയിരിക്കും. ഐ ബിലീവ് ദാറ്റ് വുഡ് ഹെൽപ്പ് യു. ഹലോ, എൻ്റെ പേര് ഹരിത. അപ്പോൾ അരുൺ സാറിൻ്റെ കുറേ നാളായിട്ടുള്ളൊരു ഫോളോവറും ഒരു സബ്സ്ക്രൈബറുമാണ് ഞാൻ. ഒരു മോഡൽ പോർട്ട്ഫോളിയോ അരുൺ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ആളുടെ കുറേ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോസും വീഡിയോസൊക്കെ ആണെങ്കിലും. അപ്പോൾ ആളുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വളരെയധികം പ്രൊഫഷണൽ മോഡൽസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു കരിയറിൽ. ദേ വർ ചാമിങ്, ഗ്രേസ്ഫുൾ, എലഗന്റ്, കോൺഫിഡൻറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ദേ വർ വെരി കംഫർട്ടബിൾ ബിഫോർ മൈ ക്യാമറ. എൻ്റെ ക്യാമറയുടെ മുമ്പിൽ അവർ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. ബട്ട് വി ആർ നൗ ഗോയിങ് ടു ഷൂട്ട് ആൻ ആസ്പയറിംഗ് മോഡൽ. ഒരു തുടക്കക്കാരനായ അല്ലെങ്കിൽ തുടക്കക്കാരിയായ മോഡൽ ക്യാമറയുടെ മുമ്പിൽ അത്രയും കോൺഫിഡൻ്റ് ആവണമെന്നില്ല, അത്രയും ഗുഡ് ലുക്കിംഗ് ആവണമെന്നില്ല, കംഫർട്ടബിൾ ആവണമെന്നില്ല. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ഓഫ് ദോസ് എലമെൻറ്റ്സ് വിച്ച് മേ മേക്ക് ദം നെർവസ്. അവരെ നെർവസ് ആക്കാൻ സാധ്യതയുള്ള എല്ലാ എലമെന്റ്സും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾക്ക് ഈ ഒരു ഫോട്ടോഷൂട്ട് തുടങ്ങാൻ. ഇവിടെ വന്നപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിരുന്നു ഇവിടുത്തെ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും. സാധാരണ നമ്മളൊരു ആഡ് ഷൂട്ടിനും അല്ലെങ്കിൽ ഒരു മാഗസിൻ ഷൂട്ടിനൊക്കെ കാണുന്നുള്ള ഒരു അതേ ആംബിയൻസിൽ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വീടാണെങ്കിലും സ്റ്റുഡിയോ ആണെങ്കിലും. പിന്നെ ഭയങ്കര കംഫർട്ടാണ്. ഞാൻ കുറച്ച് സംശയിച്ചിട്ടും പേടിച്ചിട്ടാണ് വന്നത്, കാരണം തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മൾ എത്രയായാലും ഒരു പെൺകുട്ടിയാകുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് തോന്നുന്ന ഒരു ഫിയർ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഭയങ്കര കംഫർട്ടായിരുന്നു, ഭയങ്കര സേഫാണ്. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിനാണെങ്കിലും ഭയങ്കര സൗകര്യമായിട്ടുള്ള സ്ഥലമാണ്. മേക്കപ്പ് റൂം ആണെങ്കിലും വാഷ്റൂം ആണെങ്കിലും ഒക്കെ ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര സൗകര്യമാണ്. ഞാൻ എന്താ പറയുക, പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് എലമെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഷൂട്ട്? എന്താണ് ഈ ഒരു ഷൂട്ടിൻ്റെ ഉദ്ദേശം? അത് ആസ് എ ഫോട്ടോഗ്രാഫർ എൻ്റെ കണ്ണിലൂടെയല്ല, ആസ് എ മോഡൽ അവരുടെ കണ്ണിലൂടെ. വാട്ട് ദേ വാണ്ട് ടു അച്ചീവ് ത്രൂ ദിസ് ഷൂട്ട്? ഈ ഒരു ഷൂട്ടിലൂടെ അവരെന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? ഒരു ആസ്പയറിംഗ് മോഡലായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിരുത്തി കേൾക്കുക. അതുപോലെ അവരുടെ ഉദ്ദേശത്തിന് ആവശ്യമായ കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്യാനെങ്കിലും അവരെ കൃത്യമായി അനുവദിക്കുക. അവർ കംഫർട്ടബിൾ അല്ലാത്ത തരത്തിലുള്ള ഒരു കോസ്റ്റ്യൂം ധരിക്കാൻ അവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്, കാരണം അത് അവരുടെ ഉള്ള കോൺഫിഡൻസ് കൂടി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരു ആസ്പയറിംഗ് മോഡൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാമറയുടെ മുമ്പിൽ അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല, കാരണം ദേ ആർ ന്യൂ ബിഫോർ ക്യാമറ. They don't have enough experience. So here the second point is to use simple poses as possible. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോസുകൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇൻ മൈ ഒപ്പീനിയൻ, സ്റ്റാർട്ട് സിമ്പിൾ. കുറച്ച് ക്യാൻഡിഡ് പോസുകളിൽ തുടങ്ങുക. അതിൽ നിന്ന് കിട്ടുന്ന നല്ല ഫോട്ടോസ് പതിയെ പതിയെ അവരെ കാണിച്ച് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ വർദ്ധിപ്പിക്കുക. എനിക്കധികം പോസിങ്ങും കാര്യങ്ങളൊന്നും അധികം അറിയാത്തതാണ്. അപ്പോൾ അവരെന്നെ എനിക്ക് പറഞ്ഞു തന്നു, എന്നെ കോൺഫിഡൻ്റ് ആക്കി. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര റിലീഫാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ റെസ്റ്റ് ടൈം പ്രൊവൈഡ് ചെയ്യുക. വെൻ വി ഫീൽ ദാറ്റ് ദേ ആർ കോൺഫിഡൻറ്റ്, ഇഫ് നീഡഡ്, നമ്മൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അവർ കോൺഫിഡൻ്റ് ആയി എന്ന് നമ്മൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ
തീർച്ചയായും സാവധാനത്തിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോസുകൾ നമ്മൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഇഫ് യു ഫീൽ ദാറ്റ് ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദോസ് പോസസ്, ആ പോസുകളിൽ അവർ കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വി ഷാഡ് ഷൂട്ട് ദം. അതർവൈസ് എൻ്റെ അഭിപ്രായത്തിൽ അത്തരം പോസുകൾ സ്കിപ്പ് ചെയ്യുക. കാരണം ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളെ ലക്ഷ്യം ഇതായിരിക്കണം. വി ഹാവ് ടു ക്യാപ്ചർ ദെയർ ബെസ്റ്റ്. അവരുടെ കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ പരിമിതികളെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സംഗ്രഹം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളെ ലക്ഷ്യം. ചില പോസുകൾ അവർക്ക് ഭംഗിയാകുമെന്ന് തോന്നിയാൽ പോലും അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് ലോ ആണെങ്കിൽ ഒരിക്കലും അത്തരം പോസുകൾ ട്രൈ ചെയ്യരുത്. അതുപോലെ പരമാവധി ആ പോസുകൾ നമ്മൾ തന്നെ ഒന്ന് കാണിച്ച് മിറർ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതർവൈസ് നമ്മളൊരു മൂഡ് ബോർഡ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഇത്തരത്തിൽ പോസ് ചെയ്യാൻ പറഞ്ഞാൽ ദേ ആർ ന്യൂ കമേഴ്സ്, അവർക്കത് സാധിച്ചെന്ന് വരില്ല. ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ദ വോയിസ് ഡിസിഷൻ. സോ പോസിങ് ഈസ് വെരി ക്രൂഷ്യൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള പോസുകൾ, പരമാവധി കാൻഡിഡ് പോസുകൾ ഇടുക. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കംഫർട്ടബിൾ ആയതിനു ശേഷം നല്ല പോസുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ലൈറ്റിംഗ്. എന്തായിരിക്കണം ഇത്തരം ഷൂട്ടുകളിൽ നമ്മളെ ലൈറ്റിംഗ്? എൻ്റെ അഭിപ്രായത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റുകളൊന്നും ഫോഴ്സ് ചെയ്ത് ആഡ് ചെയ്യാൻ പോകരുത്. കാരണം വലിയൊരു അംബർലയും വലിയൊരു സോഫ്റ്റ് ബോക്സും എല്ലാം കാണുമ്പോൾ മിക്കവാറും അവർ നെർവസ് ആവാൻ ചാൻസ്. അവർ നെർവസ് ആവുക എന്ന് പറഞ്ഞാൽ മോശം ഫോട്ടോ കിട്ടുക എന്നുള്ളതായിരിക്കും. സോ ബിഗിൻ വിത്ത് നാച്ചുറൽ ലൈറ്റ്. ഇഫ് നീഡഡ് ഒരു റിഫ്ലക്ടർ ആഡ് ചെയ്യുക. ദെൻ നേരത്തെ പോസിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു കഴിയുമ്പോൾ അവർ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആസ് നീഡഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. മോഡിഫയറിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ചെറിയ മോഡിഫയറുകൾ പ്രിഫറബിൾ അല്ല ഇത്തരം ഷൂട്ടുകളിൽ. ഈവൻ ദോ നമുക്ക് ഡ്രാമാറ്റിക് റിസൾട്ട് വേണമെന്ന് നമ്മളെ ക്ലയൻറ്റ് പറഞ്ഞാൽ പോലും ഞാൻ പറയും ഡ്രാമാറ്റിക് റിസൾട്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പോസിങ് പ്രിസൈസ് ആയിരിക്കണം. കാരണം ഷാഡോസ് കൂടുതലായിരിക്കും, ഇവർ എക്സ്പീരിയൻസ്ഡ് അല്ല. സോ ഡ്രാമ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഷൂട്ട് സ്പോയിൽ ചെയ്യണതിന് തുല്യമായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. സോ ഞാൻ എൻ്റെ ഇത്തരം ഷൂട്ടുകളിൽ മിക്കവാറും വലിയ മോഡിഫയറുകളാണ് പ്രിഫർ ചെയ്യാറ്. ഞാൻ മിക്കവാറും ഒരു 120 സെൻറ്റിമീറ്റർ സോഫ്റ്റ് ബോക്സ് ആയിരിക്കും ഒരു സ്വീറ്റ് സ്പോട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലാർജ് ഷൂട്ട് ത്രൂ അംബർല ഉപയോഗിക്കാവുന്നതാണ്. അതും വളരെ സേഫ് ആയിരിക്കും. കാരണം ഇവരുടെ പോസിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ തകരാറുകളെ പിന്നീട് തിരുത്താവുന്ന തരത്തിലുള്ള ഒരു ലൈറ്റിംഗ് ആയിരിക്കണം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടത്. ഇന്നത്തെ ഒരു ഷൂട്ടിൽ നമ്മൾ കുറച്ച് ഡാർക്ക് ആൻഡ് മൂഡി പോർട്രേറ്റ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളെ ക്ലയൻ്റ് ആയിട്ടുള്ള ഹരിത ഒരു ആസ്പയറിംഗ് മോഡലാണ്. ഹരിതയുടെ ഒരു ഡിമാൻഡാണ് അവർക്ക് ഒരു വിൻറ്റേജ് ലുക്കിലുള്ള ഡാർക്ക് ആൻഡ് മൂഡി പോർട്രേറ്റ്സ് വേണമെന്നുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാൻ കേപ്പബിൾ ആണ് എന്നുള്ളതാണ് ആസ് എ ഫോട്ടോഗ്രാഫർ അവർ എന്നെ സെലക്ട് ചെയ്യാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹരിത ഒരു ന്യൂ കമർ ആണെങ്കിലും ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ് ബിഫോർ ക്യാമറ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് കൊണ്ടാണ് നമ്മളിവിടെ കൂടുതൽ ഷാഡോസ് വരാൻ സാധ്യതയുണ്ടെങ്കിലും പ്രിസൈസ് ആയിട്ടുള്ള പോസിങ് ആവശ്യമുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ട്രൈ ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഫോട്ടോസ് വന്നിട്ടുണ്ടെന്ന്. ഹരിത ഈസ് വെരി വെരി കോൺഫിഡൻറ്റ്. ആദ്യം എടുത്ത ഫോട്ടോസിൽ ഹരിത ഇത്രയും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിലുള്ള ലൈറ്റിങ്ങും പോസിങ്ങും നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ഉപയോഗിച്ചു. അവസാനത്തെ സെക്ഷനിലായിട്ട് ഈ ഒരു വിൻറ്റേജ് ലുക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. ഐ ബിലീവ് ഇറ്റ്സ് വർക്കിംഗ്. ഫോട്ടോസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോസ് ആണെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാൾ നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ഷൂട്ടുകളിലും ഫോട്ടോസ് ടെതർ ചെയ്യാറുണ്ട് ക്ലയൻസിൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി. ഔട്ട്ഡോർ ആണ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ഞാൻ എൻ്റെ ഐപാഡിലായിരിക്കും ടെതർ ചെയ്യുന്നത്. ഇൻഡോർ ആണെങ്കിൽ വി ഹാവ് എ ബിഗർ ടെലിവിഷൻ ഹിയർ. കളർ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ടെലിവിഷൻ ഉണ്ട് ഇവിടെ, അതിലായിരിക്കും ടെതർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് മൈ ബിഗർ അഡ്വൈസ് ഈസ് ടു നോട്ട് ടെതർ ചെയ്ത് ഫോട്ടോസ് ഒരിക്കലും എടുക്കരുത് ഇത്തരം ഷൂട്ടുകളിൽ. കാര്യം നമ്മൾ ആദ്യം ക്യാപ്ചർ ചെയ്യുന്ന അവരുടെ ഒരു സെറ്റ് ഓഫ് ഇമേജസ് എല്ലാം ഒരു പരിധി വരെ മോശമായിരിക്കും, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരിക്കും. ആദ്യം തന്നെ മോശം ഫോട്ടോസ് കിട്ടുന്നത് കണ്ടാൽ മിക്കവാറും അവർ അസ്വസ്ഥരാകും, അവരുടെ കോൺഫിഡൻസ് കുറയും. റിമെമ്പർ അവർ എയിം ഈസ് ടു മേക്ക് ദം കോൺഫിഡൻറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആസ്പയറിംഗ് മോഡൽസിനെ നമ്മളെ ക്യാമറ മുമ്പിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ടെതർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഫോട്ടോസ് എടുക്കുക, അതിൽ ബെസ്റ്റ് ഫോട്ടോസ് മാത്രം നോക്കി അവരൊന്ന് ക്യാമറയുടെ ബാക്കിലുള്ള ആ ഒരു ചെറിയ LCD സ്ക്രീനിലായാലും കാണിച്ചു കൊടുക്കുക. ബെസ്റ്റ് ഫോട്ടോസ് കാണുമ്പോൾ ദേ വിൽ ബി മച്ച് കോൺഫിഡൻറ്റ്. സോ ടെതറിങ് ഉപേക്ഷിച്ചേക്കും ഇത്തരം ഷൂട്ടുകൾ. എൻ്റെ അടുത്ത അഡ്വൈസ് എന്ന് പറയുന്നത് മോഡൽ വന്ന് നിൽക്കുന്നതിനേക്കാളും മുമ്പായി നമ്മൾ എക്സ്പോഷർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ആസ്പയറിംഗ് മോഡലിനെ ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു സെറ്റിൽ നിർത്തിയതിന് ശേഷം നമ്മൾ ക്യാമറയുടെ സെറ്റിങ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്കറിയില്ല ക്യാമറ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്നൊക്കെ. സോ അവർ വരുന്ന
ഇടുന്നതിന് മുൻപായി നമ്മൾ ആ ഒരു എക്സ്പോഷർ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നാച്ചുറൽ ലൈറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയാലും ഷൂട്ടിന്റെ സുഗമമായ ആ ഒരു നടത്തിപ്പിന് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയ്ക്ക് അത് വളരെ നന്നായിരിക്കും. അല്ലാതെ നമ്മൾ മോഡലിനെ വെച്ച് കഴിഞ്ഞിട്ട് 1, 2, 3 ടെസ്റ്റ് ഷോട്ടുകൾ എടുക്കുന്നു, അതിൽ മോശം ഫോട്ടോ അവർ കാണുന്നു, അവർ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ അത്തരം സീനുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗെറ്റ് സെറ്റ് യുവർ എക്സ്പോഷർ ഫസ്റ്റ്. ഇനി പറയുന്ന പോയിന്റ് ആപേക്ഷികമാണ്, നിങ്ങളെ അപേക്ഷിച്ചിരിക്കുന്നതാണ്. ഇഫ് പോസിബിൾ സാധിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു മേക്കപ്പ് കം ഹെയർ സ്റ്റൈൽ ആർട്ടിസ്റ്റിനെ പ്രൊവൈഡ് ചെയ്യും. കാരണം ഒരു മോഡലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലുക്കാണ് അവരുടെ കോൺഫിഡൻസ്, അവരുടെ മേക്കപ്പിലെ ആ ഹെയർ സ്റ്റൈലിലെയും പെർഫെക്ഷൻ ആണ് അവരുടെ കോൺഫിഡൻസ്. സോ പെർഫെക്റ്റ് മേക്കപ്പ് ഈസ് ഈക്വൽ ടു മോർ കോൺഫിഡൻസ്. മിക്കവാറും ഒരു ഹൈ ക്വാളിറ്റി മേക്കപ്പ് കൊണ്ട് ഒരു പരിധി വരെ നമ്മൾ ആസ്പയറിംഗ് മോഡലിനെ നമുക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആക്കാൻ സാധിക്കും. ഫോട്ടോസ് ഇൻ ക്യാമറയിൽ തന്നെ കൂടുതൽ പെർഫെക്റ്റ് ആയി കിട്ടാൻ അത് സഹായിക്കും. സോ ബെറ്റർ ഫോട്ടോസ് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം. ദേ വിൽ ബി ബിക്കം very confident. Here our last and final point is never try to get the perfect shot every time. ഒരു ആസ്പയറിംഗ് മോഡലിന്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പെർഫെക്റ്റ് ഷോട്ട് ഇൻ ക്യാമറ എടുക്കും എന്ന് വാശി പിടിക്കുന്നതിനേക്കാൾ എന്ത് നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ എഡിറ്റിംഗിൽ പരിഹരിക്കാൻ പറ്റും എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഫോട്ടോ ഷൂട്ട് സുഗമമാക്കുന്നതാണ് ബുദ്ധി. കൂടുതൽ പെർഫെക്ഷൻ വേണമെങ്കിൽ ദർ ഷുഡ് ബി ടൈം, ദർ ഷുഡ് ബി പേഷ്യൻസ്. ഒരു പുതിയ മോഡലിനെ സംബന്ധിച്ചിടത്തോളം ടൈം ഉണ്ടെങ്കിലും പേഷ്യൻസിന്റെ ബുദ്ധിമുട്ട് വരും, അതായത് ക്ഷമ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ബുദ്ധിമുട്ട് വരും. അതുപോലെ തുടർച്ചയായിട്ട് ഓരോ ഫോട്ടോ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുമ്പോൾ അവർ ഡിസ്ട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്, ബിക്കോസ് അവർക്ക് അതിന്റെ പർപ്പസ് അറിയത്തില്ല. സോ മൈ അഡ്വൈസ് ഈസ് എന്തെങ്കിലും എഡിറ്റിംഗിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ബലം പിടിക്കാതിരിക്കുക, അത് എഡിറ്റിംഗിൽ പരിഹരിക്കുക. ക്ലയന്റിന് അറിയില്ല അതെങ്ങനെ പരിഹരിച്ചു എന്ന്. നിങ്ങളാൽ കഴിയുന്ന വിധം ബെറ്റർ ഫോട്ടോസ് എടുക്കുക, ക്ലയന്റിനെ ഹാപ്പി ആക്കുക, ക്ലയന്റിനെ കോൺഫിഡന്റ് ആക്കുക, ഒരു പോസിറ്റീവ് ഹെൽപ്ഫുൾ മാനറിൽ അവരോട് പെരുമാറുക, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് മോഡൽ പോർട്ട്ഫോളിയോസ് ചെയ്യുന്നു, ഇത്തരം ആസ്പയറിംഗ് മോഡൽസിനെ എസ്പെഷ്യലി. ഇൻ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ദീസ് വർക്ക്സ് മച്ച് ബെറ്റർ. അപ്പോൾ ഫാഷൻ ഫോട്ടോഗ്രാഫി രംഗത്തോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം വർക്കുകൾക്ക് ഇപ്പോൾ വലിയ സാധ്യതയാണുള്ളത്. ഒത്തിരിയധികം ക്ലയൻസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. സോ ഫൈൻഡ് സം ആസ്പയറിംഗ് മോഡൽസ് ആൻഡ് മേക്ക് യുവർ ഷൂട്ട് ഹാപ്പൻ നൗ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഈ ഫോട്ടോഗ്രാഫി ജേണിയിൽ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള ഹെൽപ്ഫുൾ വീഡിയോസ് തുടർന്ന് കാണുവാനായി നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓൾറെഡി വി ആർ അപ്ലോഡഡ് മെനി മോർ കണ്ടന്റ്സ് ഇൻ ദിസ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അത്തരം പഴയ വീഡിയോസും എടുത്ത് കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്തരം വീഡിയോസ്. സോ വളരെ വ്യത്യസ്തമായ മറ്റൊരു ടോപ്പിക്കുമായി നമ്മൾ കാണും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.